CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് ഇന്നും വിമർശനം. കെ.എം. മാണിക്കെതിരെ കാര്യമായ പ്രതിഷേധമുയർത്താൻ കഴിയുന്നില്ലെന്ന് വിമർശനമുയർന്നു. മാണിയോട് മൃദു സമീപനമെന്ന് ആരോപിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ലെന്നും വിമർശനമുണ്ടായി. പൊതുചർച്ചയിൽ പങ്കെടുത്ത 45 പ്രതിനിധികളിൽ 36 പേരും കെ.എം. മാണി വിഷയത്തിലുള്ള പാർട്ടി നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കെ.എം. മാണിക്ക് മുന്നിൽ പാർട്ടി മുട്ടുകുത്തിയെന്നായിരുന്നു കിളിമാനൂർ ഏരിയയിൽ നിന്നുള്ള പ്രതിനിധിയുടെ വിമർശനം. CPM-നെ നയിക്കുന്ന നേതാക്കൾക്ക് മാണിക്കെതിരെ ശക്തമായ സമരങ്ങൾ ആസൂത്രണം ചെയ്യാൻ താൽപ്പര്യമില്ല. സോളാർ സമര മാതൃകയിൽ മാണിക്കെതിരെ സമരം ആരംഭിക്കണമെന്ന് വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി ആവശ്യപ്പെട്ടു. ഇതിനുള്ള ആർജവം പാർട്ടി കാണിക്കണം. സമരങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ചാലയിൽ നിന്നുള്ള പ്രതിനിധികളും വിമർശിച്ചു. സോളാർ സമരം അവസാനിപ്പിക്കാനുണ്ടായ സാഹചര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അക്കാര്യത്തിൽ സംശയത്തിന്റെ കണിക അവശേഷിപ്പിക്കരുത്. ജില്ലയിലെ പുതിയ വിഭാഗീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആർ സെൽവരാജ് MLA പാർട്ടി വിട്ട വിഷയവും വിമർശന വിധേയമായി. പാർട്ടി വിടാനുള്ള ആർ സെൽവരാജിന്റെ നീക്കം മുൻകൂട്ടി കാണാനായില്ല. സെൽവരാജ് MLA സ്ഥാനം രാജിവെച്ചെന്ന വാർത്ത TV-യിലൂടെ മാത്രമാണ് ജില്ലാ നേതൃത്വം അറിഞ്ഞത്. ഇത് വലിയ വീഴ്ചയാണെന്നും വിമർശനമുയർന്നു. നെയ്യാറ്റിങ്കര, കോവളം, ചാല ഏരിയ കമ്മിറ്റികളിൽ ഇപ്പോഴും വിഭാഗീയത നിലനിൽക്കുന്നതായും ജില്ലാ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾക്കടക്കം ഇതിൽ പങ്കുള്ളതായും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. CPM പുറത്താക്കിയ S. സുശീലന്റെ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചതും ചാല ഏരിയ കമ്മിറ്റിയിലെ സഖാക്കൾ മുദ്രാവാക്യം മുഴക്കിയ സംഭവങ്ങളും പ്രതിനിധികളുടെ വിമർശനത്തിനിടയാക്കി. വഞ്ചൂർ, പാളയം ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചത്. VR കാർത്തിക്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.